സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിഗത ചാമ്പ്യന്മാരായ സ്കൂൾ ഗുരുകുലം അവിടെയുള്ള കുട്ടികൾ ഇപ്പോൾ അവരുടെ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ വലിയ സ്വീകരണം ഒരുക്കുന്നതായി മനസ്സിലാക്കുന്നു. കാഴ്ചകൾ എങ്ങനെയാണ് വിപിൻ? രജിത്ത് 12ാം തവണയും ഈ സ്കൂൾ ചാമ്പ്യന്മാരായിട്ടുള്ള BSS ഗുരുകുലം ആലത്തൂരിലെ സ്കൂളാണ്. ഇവർ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കലോത്സവം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് കാണുന്നത്. ഇന്ന് സ്കൂളിന് അവധിയാണ്. നാളെയാണ് അസംബ്ലിയോട് കൂടിയുള്ള വലിയ ഒരു വരവേൽപ്പ് ഈ കലാകാരന്മാർക്ക് നൽകുന്നത്. 202 കുട്ടികളാണ് ഇവിടെ നിന്ന് മാത്രം പോയി വലിയ ഒരു മത്സരം കാഴ്ചവെച്ചത്. അതിലൊക്കെ തന്നെ മിന്നും വിജയം തേടിയ വിദ്യാർത്ഥികളും അവരുടെ പേരൻസും ഒപ്പം തന്നെ അധ്യാപകരും ഒക്കെയാണ് ഇപ്പോഴുള്ളത്. 171 പോയിന്റോട് കൂടിയാണ്, അതായത് രണ്ടാമത് നിൽക്കുന്ന സ്കൂളിനേക്കാളും ബഹുദൂരം മുന്നിലായി തന്നെയാണ് ഇപ്രാവശ്യവും ഗുരുകുലം സമ്മാനം നേടിയത് തിരിച്ചെത്തിയിരിക്കുന്നത്. പാലക്കാടിന് ഒരൊറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കലോത്സവത്തിൽ അതിന്റെ കപ്പ് നഷ്ടപ്പെട്ടതെങ്കിലും ഇവർ ഇപ്പോൾ 12ാമത്തെ വട്ടവും ഗുരുകുലം അത് നേടിയിരിക്കുകയാണ്. വലിയൊരു സന്തോഷത്തിൽ തന്നെയാണല്ലേ? തീർച്ചയായും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ജൂണിൽ തുടങ്ങിയതായ പരിശ്രമത്തിൻ്റെ ഫലം കൊയ്യുന്ന, അതായത് കർഷകൻ വയലിൽ നിന്ന് വിളവ് കൊയ്യെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദത്തിലുപരിയായിട്ട് ഞങ്ങളുടെ കലോത്സവ കൊയ്ത്തിൻ്റെ ക്ലൈമാക്സ് കണ്ടിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ 12ാമത് തവണയും ഒന്നാമതായി ജൂൺ മുതൽ തന്നെ നിങ്ങൾ ആരംഭിക്കുമല്ലേ? നമ്മൾ ജൂൺ തൊട്ട് തന്നെ പരിശീലനവും അതുപോലെ സ്കൂൾ കലോത്സവം തീർക്കും. അതിനുശേഷമാണ് ഘട്ടം ഘട്ടമായിട്ട് ഫിനിഷ് ചെയ്യുക. ട്രെയിനേഴ്സ് വരും. അതിനുശേഷം കുട്ടികളെല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും പരിപാടികൾ. അപ്പോൾ ഈ പഠനവും അതുപോലെ തന്നെ ഈ കലോത്സവത്തിന്റെ പരിശീലനവും അത് രണ്ടായിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല ഗുരുകുല സ്കൂളിന്. അത് രണ്ടും ഒരുമിച്ചാണ് അവർ കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു ഫലപ്രാപ്തി തന്നെയാണ് ഓരോ കലോത്സവം കഴിയുമ്പോഴും അതിന്റെ ചാമ്പ്യൻഷിപ്പ് ഇതേ സ്കൂളിന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റീജിത്ത്.